അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. ഇതിപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം കണ്ടില്ലെന്നായിരിക്കും അദ്ദേഹത്തിന് പ്രതികരണം വരുന്നത്. എന്തായാലും താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇതിപ്പോ ഗവൺമെന്റ് ലീഡറുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിന് KSU പ്രസിഡന്റ് കാണണമെന്ന് സമയം ചോദിച്ചിട്ടുണ്ട്. അതിന് ഉചിതമായ ഒരു സമയം അദ്ദേഹം കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ചിലപ്പോ അദ്ദേഹത്തിന് തിരക്കിന്റെ കൂടുതൽ കൊണ്ട് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു വേദിയിലല്ലല്ലോ അത്തരം കാര്യങ്ങൾ സംസാരിക്കുക. ഇതിപ്പോ ഒരു പൊതുവേദിയിൽ നിന്നല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടായിരിക്കും അവിടെ വെച്ച് സംസാരിക്കാതിരുന്നത്. അവിടെ ഒരു പൊതുവേദിയിൽ ഒരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യതയില്ല, പക്ഷേ അത് സമ്മതിക്കുന്നു. പക്ഷേ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയുടെ, ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതാവിനെ കാണാതെ മുഖ്യമന്ത്രി പോയെന്ന് തന്നെയാണോ താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അല്ല, അദ്ദേഹം അതൊക്കെ അവിടെ വന്ന് കയറിയപ്പോ കണ്ടോ, അതോ അദ്ദേഹത്തിന് ഫോണിൽ വിളിച്ചിരുന്നോ, അത് അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോ കാണുന്നത് വേദിയിലെ മാത്രം ചില കാര്യങ്ങളാണല്ലോ കാണുന്നത്. ആ സമയത്ത് സംസാരിക്കാത്ത എന്താണെന്നുള്ളത് അദ്ദേഹമാണ് അതിന്റെ മറുപടി പറയേണ്ടത്. അതെനിക്കറിയില്ല. പക്ഷേ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ഗ്രീവൻസ് പറയാനുണ്ടെങ്കിൽ അത് നേതൃത്വം കേൾക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതൃത്വം അവർക്ക് പറയാനുള്ളത് കേൾക്കുന്ന ഒരു പാരമ്പര്യമാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ് കോൺഗ്രസിലുള്ളത്. അതെല്ലാ കാലത്തും ഏത് ഗവൺമെന്റ് ഇരിക്കുന്ന കാലഘട്ടത്തിലായാലും, ഇപ്പോൾ കെ.കരുണാകരന്റെ കാലത്തായാലും അതിന് മുമ്പായാലും അതിന് ശേഷമായാലും ഒക്കെ, ശ്രീ ഉമ്മൻചാണ്ടിയുള്ള കാലത്തായാലും ഒക്കെ KSUവിന് വ്യത്യസ്തമായ അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അവരെ കേൾക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു രീതിയാണ്. CPM-ൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയ്ക്കും യുവജന സംഘടനകൾക്കും അത്തരത്തിൽ പലപ്പോഴും അഭിപ്രായം പറയാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരാണ് ഇന്ന് നേതൃത്വത്തിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും. ഞാനും ഒരു പഴയ KSU-കാരി എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം. പല അവസരങ്ങളിലും ഞങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഗവൺമെന്റ് ആണെങ്കിലും, സ്വന്തം UDF-ന്റെ ഗവൺമെന്റ് ആണെങ്കിൽ പോലും അവരുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ നേതൃത്വത്തിലേക്ക് വന്ന ഒരു നേതാവും KSUവിനെ നിഷേധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശരി, അങ്ങനെയെങ്കിൽ ഇതുവരെ നേരിട്ട് കാണേണ്ട സമയത്തിന്റെ പ്രശ്നം മൂലമാണെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിനെതിരെ തുറന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതിലെങ്ങനെയാണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? തുറന്ന നിലപാടെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇന്നലെ എല്ലാം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി അല്ലല്ലോ തീരുമാനിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അത് ശരിയാണല്ലോ. ലോ കോളേജിന്റെ യൂണിറ്റ് കമ്മിറ്റി അല്ല തീരുമാനിക്കുന്നത്. പക്ഷെ അവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുൻ SFI അല്ലെങ്കിൽ മുൻ BJP മുൻ ABVP പ്രവർത്തിച്ചിട്ടുള്ള ആരെങ്കിലും അതിൽ വന്നു എന്നുള്ള ആശങ്കയോ സംശയങ്ങളോ അവർക്കുണ്ടെങ്കിൽ അത് ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലുമാണ് അവർ പറയേണ്ടത്. ഒരു യൂണിറ്റ് കമ്മിറ്റി പറയേണ്ടത്. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന പ്രസിഡന്റുമാണ് പിന്നീട് അത് നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം. ശരി, വളരെ നന്ദി ശ്രീമതി ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചതിന്.